ക്ലാരിറ്റി ഉണ്ടല്ലോ കാണാൻ. പല വിധത്തിൽ നിരവധി ആപ്ലിക്കേഷനുകൾ നമ്മൾ ഓരോ ദിവസവും ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു മലയാളി വിദ്യാർത്ഥി തയ്യാറാക്കിയ ഒരു വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻ. മാത്രമല്ല വോയിസ് കോളിംഗും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സൗകര്യമുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥി, സൗദിയിലുള്ള മലയാളി വിദ്യാർത്ഥി തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷൻ മെയിൻ ആപ്പ് എന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യം തന്നെ ആ ഒരു മലയാളി വിദ്യാർത്ഥിയുടെ ആ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത നമുക്ക് ആദ്യം കേൾക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ പ്രവർത്തിക്കാം, എന്തൊക്കെയാണ് ആ ഒരു ആപ്ലിക്കേഷനിലെ ഫീച്ചറുകളെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. സാങ്കേതിക രംഗത്ത് അത്ഭുതം തീർത്തിരിക്കുകയാണ് സൗദിയിലെ സൽമാൻ എന്ന മലയാളി വിദ്യാർത്ഥി. ഒറ്റ ദിവസം കൊണ്ട് ഒരാളുടെയും സഹായം കൂടാതെ സ്വന്തമായി ഒരു വീഡിയോ കോൾ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചു ഈ 7ാം ക്ലാസ്സുകാരൻ. മെയിൻ ആപ്പ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും പരസ്പരം കണ്ടുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാനും അതുപോലെ തന്നെ വോയിസ് കോൾ ചെയ്യാനും ചാറ്റ് ചെയ്യാനും എല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സൗകര്യമുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വാട്സപ്പിനെ പോലെ തന്നെ ചിലപ്പോൾ വാട്സപ്പിൽ നിന്ന് അധികമായിട്ട് ചില ഫീച്ചറുകൾ കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാണ്. വാട്സപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫീച്ചറുകളും വാട്സപ്പിൽ നിന്ന് അധികമായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്ന ഫീച്ചറുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുന്ന വാട്സപ്പിനെ പോലെ തന്നെയാണ്. നമ്മുടെ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു 6 അക്ക ഡിജിറ്റ് OTP നമ്പർ വരും. ആ ഒരു OTP ഒരു ആപ്ലിക്കേഷനിലേക്ക് നൽകി കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിൽ നിന്ന് ഇടത് ഭാഗത്ത് കാണുന്ന 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സാധാരണ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫോട്ടോ എല്ലാം ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ ഒരു പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ഫീച്ചറുകൾ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളിങ്ങിനും അതുപോലെ തന്നെ മെസ്സേജിനും എല്ലാം പ്രത്യേക നോട്ടിഫിക്കേഷൻസുകൾ, ട്യൂണുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് വാട്സപ്പിലുള്ള അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് ട്യൂൺസും അതുപോലെ തന്നെ കോളിംഗ് ട്യൂൺസും എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ഫീച്ചറാണ് നമുക്ക് ആദ്യം കാണുന്നത്. രണ്ടാമതായി പ്രൈവസി എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, ഫിംഗർ ലോക്ക് സംവിധാനത്തോടു കൂടിയുള്ള സ്ക്രീൻ ലോക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. വാട്സപ്പിലൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ഫിംഗർ ലോക്ക് സംവിധാനം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിംഗർ ലോക്ക് സംവിധാനം ഈ ഒരു ആപ്ലിക്കേഷനും ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്ക്രീൻ സെക്യൂരിറ്റി, അതായത് നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്നത് തടയാനൊക്കെ ഇതിൽ പ്രത്യേക സൗകര്യമുണ്ട്. വാട്സപ്പിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഫീച്ചറാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ. അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ചാറ്റ് ലിസ്റ്റുകളൊക്കെ മറ്റാരെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക ഒക്കെ ചെയ്യുന്നു, നമുക്കത് തടയാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ഈ സ്ക്രീൻ സെക്യൂരിറ്റി എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാറ്റ് ചെയ്യുന്ന സമയത്ത്, ഇതിലൂടെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇൻകഗ്നറ്റോ കീബോർഡ്, നമ്മൾ കീബോർഡിൽ ചില പാസ്വേഡുകളോ ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കീബോർഡിൽ നിന്ന് അത് സ്ക്രീൻ റെക്കോർഡാകുന്ന സമയത്ത് കാണാൻ സാധിക്കും. ഒന്ന് സ്ക്രീൻ റെക്കോർഡാകുമ്പോൾ ആ ഒരു കീബോർഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഹൈഡ് ചെയ്ത് വെക്കാവുന്ന ഫീച്ചറാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കോളുകൾ പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. താഴെ നമുക്ക് റീഡ് റെസീപ്റ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വാട്സപ്പിലൊക്കെ ഈ ഒരു ഫീച്ചർ ലഭ്യമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജ് നമുക്ക് അവർ കണ്ടു എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ നമുക്ക് ബ്ലൂ ടിക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഫീച്ചറാണ്. അതുപോലെ തന്നെ ടൈപ്പിംഗ് ഇൻഡിക്കേറ്റർ, നമുക്കൊരു ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ചാറ്റ് ലിസ്റ്റ് മുകളിൽ ടൈപ്പിംഗ് എന്ന് എഴുതി കാണിക്കാറുണ്ട്. അത് നമുക്ക് ആ ഒരു ടൈപ്പിംഗ് ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഫീച്ചർ ഇതിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ സെൻഡ് ലിങ്ക് പ്രിവ്യൂ, നമുക്ക് ഒരു യൂട്യൂബിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആ ഒരു ലിങ്ക് സെൻഡ് ചെയ്തതോടു കൂടി നമുക്ക് അതിൻ്റെ ഒരു സ്ക്രീൻ അവിടെ കാണാൻ സാധിക്കുകയും ആ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിലെ വീഡിയോകൾ പ്ലേ ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറാണ്. അതുപോലെ തന്നെ ബ്ലോക്ക്ഡ് കോൺടാക്ട്സ്, നമ്മൾ ആരെങ്കിലും ബ്ലോക്ക് ചെയ്താൽ അവർ ഈ ഒരു കോൺടാക്ട് ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കതുപോലെ തന്നെ ഇവിടെ അപ്പിയറൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് തീം മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഡാർക്ക് തീമിലേക്ക് മാറ്റാനുള്ള ഒരു ഫീച്ചർ ഇതിൽ ഇപ്പോൾ ലഭ്യമാണ്.
അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് ചാറ്റ്സ് ആൻഡ് മീഡിയ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലുള്ളൊരു ഫീച്ചറാണ് ഇത്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്ന ചാറ്റ് ലിസ്റ്റുകളിലുള്ള വീഡിയോസ്, ഫോട്ടോസ്, ഓഡിയോസ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ടിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ നൽകി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആകും. അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് ചാറ്റ്സ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന മെസ്സേജിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സ്മോൾ, ലാർജ് ഒക്കെയുള്ള ഫോണ്ട് സ്റ്റൈലുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റം ഇമോജി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എൻ്റർ കീ സെൻഡ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് നേരെ സെൻഡ് ചെയ്യാനുള്ള ഒരു എൻ്റർ കീ ഇവിടെ ലഭ്യമാണ്. ഇത് വാട്സപ്പിലുണ്ട്. അതുപോലെ തന്നെ മെസ്സേജ് ട്രിമ്മിങ്, നമ്മൾ ഓൾഡ് മെസ്സേജുകളൊക്കെ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഡിലീറ്റ് ഓൾഡ് മെസ്സേജ് എന്ന ഓപ്ഷൻ. അതുപോലെ തന്നെ കോൺവെർസേഷൻ ലെങ്ത് ലിമിറ്റ് നമുക്ക് 500 മെസ്സേജ് വരെ ഒരേ കോൺവെർസേഷൻ ലിസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ നമുക്ക് നിരവധി ഫീച്ചറുകളാണ് വാട്സപ്പിൽ ഉള്ളതും വാട്സപ്പിനേക്കാൾ അധികമായിട്ടുള്ള നിരവധി ഫീച്ചറുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഈ ഒരു മലയാളി വിദ്യാർത്ഥി, ആലപ്പുഴക്കാരൻ മലയാളി വിദ്യാർത്ഥി 8ാം ക്ലാസ്സുകാരൻ തയ്യാറാക്കിയ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ വാട്സപ്പിലെ ബാക്കപ്പ് സിസ്റ്റവും ഇതിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് മറ്റൊരു ഡിവൈസിൽ, മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള, അതായത് വാട്സപ്പിലൊക്കെ വാട്സ് വെബ് എന്നൊരു ഫീച്ചറുണ്ട്. അതായത് നമ്മുടെ വാട്സപ്പൊക്കെ സ്കാൻ ചെയ്തുകൊണ്ട് ഹാക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഫീച്ചറാണ് വാട്സപ്പ് വെബ്. ആ ഒരു ഫീച്ചർ ലിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷനും ഇതിൽ ലഭ്യമാണ്. നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സ്, നമ്മളെ ഫ്രണ്ട്സിനെ ഇവിടെ വെച്ച് ഇൻവൈറ്റ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരുടെ ഡൗൺലോഡ് ചെയ്ത് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ കോൺടാക്ട്സ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോൺടാക്റ്റ് ലിസ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നോട്ട് ടു സെൽഫ് എന്നൊരു ഓപ്ഷൻ, അതായത് പ്രത്യേകമായിട്ട് ചില മെസ്സേജുകളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഈ നോട്ട് ടു സെൽഫ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് മെസ്സേജുകൾ സെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കവിടെ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്, അതായത് ചാറ്റ് ലിസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ താഴെ ഭാഗത്ത് പെൻ ഐക്കൺ കാണാൻ സാധിക്കും. ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ കോൺടാക്റ്റിലുള്ള വ്യക്തികളെ ഇവിടെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ നമുക്ക് ഇമോജി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വാട്സപ്പിനെ പോലെ. അതുപോലെ തന്നെ ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്ന ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഗാലറി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഗാലറിയിൽ നിന്ന് ഫോട്ടോകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓഡിയോസ്, ഫയലുകൾ, കോൺടാക്റ്റ്, ക്യാമറ, വീഡിയോ, ജിഫ് വീഡിയോകളൊക്കെ ഇതിൽ അയച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. മുകളിൽ നിന്ന് നമുക്ക് ആ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വ്യക്തിയുടെ കോൺവെർസേഷൻ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നോട്ടിഫിക്കേഷൻ സൗണ്ട് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോളിങ്ങിൽ നമുക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ, അതായത് ട്യൂൺ മാറ്റാനും അതുപോലെ തന്നെ വൈബ്രേറ്റ് മാറ്റാനൊക്കെ സംവിധാനമുണ്ട്. ഏറ്റവും താഴെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനും വ്യൂ സേഫ്റ്റി നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് നമുക്ക് ആ ഒരു വ്യക്തിയുടെ ചാറ്റ് ലിസ്റ്റ് കൂടുതൽ എൻക്രിപ്റ്റഡ് ആക്കാൻ ബാർകോഡ് സംവിധാനമൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഏറ്റവും മുകളിൽ നമുക്ക് കോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ വ്യക്തിക്ക് വാട്സപ്പിനെ പോലെ തന്നെ കോൾ ചെയ്യാൻ സാധിക്കും. താഴെയായിട്ട് വീഡിയോയുടെ ചിഹ്നമുണ്ട്. ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുമായി നമുക്ക് വീഡിയോ കോൾ ചെയ്യാനുള്ള സംവിധാനം ലഭ്യമാണ്. ഇവിടെ വീഡിയോ കോൾ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷനോട് നമുക്ക് വീഡിയോ കോളും വോയിസ് കോളും ചെയ്യാൻ സാധിക്കും. നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും പരസ്പരം കണ്ടുകൊണ്ട് സംസാരിക്കാനൊക്കെ ഒരു ആപ്ലിക്കേഷൻ സൗകര്യമുണ്ട്. ഏറ്റവും മുകളിലെ 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്നൊരു ഫീച്ചറുണ്ട്. വാട്സപ്പിൽ വരാനിരിക്കുന്ന ഒരു ഫീച്ചറാണ്, എന്നാൽ വാട്സപ്പിൽ ഇപ്പോൾ ലഭ്യമല്ല. ഈ ഒരു ഫീച്ചർ വളരെ മികച്ചൊരു ഫീച്ചർ. അതായത് നമ്മൾ സുഹൃത്തിന് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഡിസപ്പിയറിംഗ് മെസ്സേജിൽ ഒരു 5 സെക്കൻഡ് ഞാൻ ഇതുവരെ സെറ്റ് ചെയ്തു, ഓക്കെ നൽകി കൊടുത്തു. തുടർന്ന് ഞാനിവിടെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ടൈം സെറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. 5 സെക്കൻഡ് ആയപ്പോൾ ആ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിപ്പോയി. ഇനി നമുക്ക് അടുത്തൊരു മെസ്സേജ് കൂടി സെൻഡ് ചെയ്ത് കൊടുക്കാം. 5 സെക്കൻഡിൻ്റെ സമയം മാത്രമേ ഈ ഒരു മെസ്സേജ്, ഞാൻ ആ വ്യക്തിക്ക് അയച്ച മെസ്സേജ് നിൽക്കുകയുള്ളൂ. കാണാൻ സാധിക്കും ഡിലീറ്റ് ആയിപ്പോയി. ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയി പോകുന്ന ഒരു ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന ഫീച്ചർ വാട്സപ്പിൽ വരാനിരിക്കുന്ന ഫീച്ചറാണ്. നേരത്തെ നമ്മൾ ഡിസപ്പിയർ മെസ്സേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ മീഡിയ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ആ വ്യക്തിയുമായി ചാറ്റ് ചെയ്ത വീഡിയോസുകളും ഓഡിയോസുകളും എല്ലാം നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ ഈ വ്യക്തി നമുക്ക് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് ഡയറക്റ്റ് ആ വ്യക്തിയുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പിൽ ഇത്തരം ഫീച്ചർ ലഭ്യമാണ്. ആഡ് ഷോർട്ട് കട്ട് എന്ന ഒരു ഫീച്ചറാണ് വാട്സപ്പിൽ നമുക്ക് ലഭ്യമാകുന്നത്. നമ്മൾ ചാറ്റ് ചെയ്യുന്ന ലിസ്റ്റിൽ നമ്മൾ ഒരു വ്യക്തിയെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ആർക്കൈവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് ഈ വ്യക്തിയെ ഈ ഒരു ഇൻ്റർഫേസിൽ നിന്ന് നമുക്ക് മായ്ച്ച് കളയുന്നതിന് വേണ്ടി ഇവിടെ കാണുന്ന ഈ ആർക്കൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്ക്രീനിൽ നിന്ന് നഷ്ടപ്പെടും. ഇനി ആ വ്യക്തി നമുക്ക് കാണണമെങ്കിൽ അവസാന ഭാഗത്ത് ആർക്കൈവ്ഡ് കോൺവെർസേഷൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തി ഇവിടെ കാണാൻ സാധിക്കും. അതേ വ്യക്തിയെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ നമുക്ക് യഥാസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. വാട്സപ്പിലൊക്കെ നമുക്ക് ഇത്തരം ഫീച്ചറുകൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഉള്ളതിനേക്കാൾ അധികമായിട്ടുള്ള നിരവധി ഫീച്ചറുകളും ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ വാട്സപ്പിനേക്കാൾ മികച്ച ഒരു ആപ്ലിക്കേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മലയാളി വിദ്യാർത്ഥി തയ്യാറാക്കിയ അതുപോലെ തന്നെ വോയിസ് അയക്കാനുള്ള സംവിധാനം ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.